ചിമ്മാതി നോക്കി നിൽക്കുന്ന കരകൗശല വസ്തുക്കൾ, മരത്തിൽ തീർത്ത അത്ഭുത സൃഷ്ടികൾ. കാണേണ്ട കാഴ്ച തന്നെയാണ് വിസ്മയകരമായ കരവിരുതുമായി കൊല്ലം കടവൂർ പ്ലാവല വീട്ടിൽ രാജേന്ദ്രൻ. കൃഷ്ണനും ക്രിസ്തുവും മുതൽ കരകൗശല വസ്തുക്കൾ വരെ ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ ഇവിടെ പിറക്കുന്നു. തടികൾ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കളാണ് ഇദ്ദേഹം നിർമ്മിക്കുന്നത്. ആദ്യമൊക്കെ ചെറിയ കൗതുക വസ്തുക്കളും വീട്ടുപകരണങ്ങളുമായിരുന്നു കരവിരുതിൽ പിറവിയെടുത്തത്. എന്നാൽ കാലം കഴിയുന്തോറും അദ്ദേഹത്തിന്റെ കരവിരുത് വികസിച്ചു. തടിയിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും രൂപങ്ങളും അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങി. കരവിരുത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. ഞാൻ കൊല്ലം സ്വദേശിയാണ്, കടവൂരാണ്. കടവൂർ അമ്പലത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട്. നമുക്ക് ഈ ഇവിടുത്തെ 8 ചേരിയിലാണ് നമുക്ക് പണിയെല്ലാം നടക്കുന്നത്. ഈ കൊത്തുപണി, പുരാവസ്തുക്കളെല്ലാം ഞാൻ പണിയും. കൈകൊണ്ടാണ് കൂടുതലും പണി, മിഷ്യൻ വർക്കല്ല. കൈകൊണ്ട് പണിയുന്നവർക്ക് ഇപ്പം പണി കുറവാണ്. അതുകൊണ്ട് നമുക്ക് പണിത്തരമൊക്കെ ഇപ്പം വളരെ കുറവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് തടിയെ സ്നേഹിക്കുന്നവരെ കടവൂരുണ്ടായതുകൊണ്ട് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നു. പണികൾ പുരാവസ്തുക്കളാണ് കൂടുതൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്ത് പണിയുണ്ടെങ്കിലും നമ്മൾ ചെയ്യാം. ഇത് ഒരു കൊല്ലമാവും. ഒരു കൊല്ലത്തിനകത്ത് വെച്ചാൽ ഇത് തീർത്ത. വേറെ മുളവനെ എന്ന് പറഞ്ഞ ഒരാളൂടെ എൻ്റെ കൂടെ സഹായിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിപാടിയും കൂടി ഇതിനകത്തുണ്ട്. ഈ ഇങ്ങനൊരു സംഭവം ഒരു യേശുവിനെ പണിയണമെന്നുള്ളൊരു നമുക്കൊരു താല്പര്യം തോന്നി. ഒരു തടി നമുക്ക് അതിൻ്റെ ഷേപ്പിന് കിട്ടി. അങ്ങനെ അത് വിജയിക്കുകയും ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിജയം അതിനകത്ത് കിട്ടി. ഇപ്പം യേശുവിനെ പണിയാൻ തുടങ്ങിയ ആ സമയം മുതൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടി. പിന്നെ ഇതിനി മണ്ഡപമൊക്കെ പണി പള്ളികളിൽ എഴുന്നള്ളിക്കണമെന്നാണ് നമ്മുടെ ഒരാശ. അതിന് പൈസ ചിലവുണ്ട്. ഇപ്പം തന്നെ 1 രൂപ പുറത്തായി നമുക്ക്. അങ്ങനെ ഇനി ഇതിനകത്ത് ഒരുപാട് ഐറ്റങ്ങൾ അടക്കി. ഇത് തടിയാണ്, ഒരിക്കലും ചീത്തയാവാത്ത തടിയാണ്. 18 പച്ചമരുന്ന് ചേർന്ന എണ്ണ തേച്ച് വെച്ചിരിക്കുക. ഒരിക്കലും ഇത് കംപ്ലൈൻറ്റ് വരത്തില്ല. പിന്നെ ഇതിനകത്ത് പെയിൻറ്റ് പണി ചെയ്യാൻ പോയി എല്ലാ ഐറ്റങ്ങളും ഇതിനകത്ത് ഇനി വരും. പിന്നെ മണ്ഡപത്തിൽ വരും. ഇതിന് മണ്ഡപം ഉണ്ടാവും. പിന്നെ വീല് വെച്ച് അടിയിൽ ജനറേറ്ററൊക്കെ വെച്ച് പള്ളികളിൽ ഉത്സവം മാതിരി നമുക്ക് ചെയ്യാനാണ് നമ്മളിത്. അവരെ പെരുന്നാളിന് എല്ലാ അമ്പലങ്ങളിലും ഇതിൻ്റെ പ്ലോട്ടുകളുണ്ട്. അപ്പം ഇതും ഒരു പ്ലോട്ടായിട്ടും ദൈവത്തിൻ്റെ ഒരു ഇതായിട്ടുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വിജയിക്കും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ ഇത് തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഇതിനൊരു കുറവും വന്നിട്ടില്ല. ദൂരോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. അന്യനാട്ടിൽ പോയി ഉണ്ടാക്കിയ പൈസയൊന്നുമല്ല. നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമ്മൾ കൂലിവേല ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു ദിവസം പോലും മെനക്കെടാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പണികൾ ഇഷ്ടംപോലെ കടവക്കാർ തരുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 8 ചേരിയിലും എൻ്റെ പണിയാണ്. ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 8 ചേരിയിലും എന്നെ അറിയാം. ഈ 8 ചേരിയിലും എനിക്ക് പണിയുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. ഇങ്ങനൊരു താല്പര്യം. അങ്ങനെ ഓരോ പവന്മാരെയും ചെയ്യണമെന്ന് നമുക്ക് ആശയമായിട്ടിരിക്കുകയാണ്. തടിയിൽ തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ അത് നമുക്ക് മാക്സിമം കിട്ടിയ ഒരു തടിയാണ്. അത് അത്രയും വണ്ണമാണ്. ഏതാണ്ട് 70-നകത്തുള്ളൊരു തടിയുള്ളതായിരുന്നു. 5.5 അടി ഹൈറ്റേ നമുക്ക് കിട്ടിയുള്ളൂ. അന്നേരം അതിനകത്ത് ഉൾക്കൊള്ളിയ ഒരു പണിയാണ് നമ്മൾ കണ്ടെടുത്ത് യേശുവിനെ ഉണ്ടാക്കിയത്. അത് വിജയകരമാക്കി നമുക്ക് തരികയും ചെയ്യും. അന്നേരം നമുക്കിനി ഇത് പൂർത്തീകരിച്ച് ഇറക്കണം. ആളുകളെ പ്രോത്സാഹനം വേണം. അവർ ഏത് ഡിസൈൻ തന്നാലും നമ്മൾ ചെയ്തു. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അല്ല നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണ്ട. എന്നിട്ട് പറയും യേശു ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഏത് സാധനം തടി കൊണ്ട് പണിഞ്ഞു കൊടുത്താൽ അവർ ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ് കൂടുതലും. കടവച്ചേരി തന്നെ, എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് പണി കൂടുതൽ. അപ്പം ഈ പ്രോത്സാഹനം എന്ന് എനിക്ക് ആളുകൾ തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയാണ്. അല്ലാതെ വേറൊരു ആനുകൂല്യം എനിക്കില്ല. ഈ നാട്ടുകാരെ 8 ചേരിയും കടവപ്പാവൻ്റെ മണ്ണിലുള്ള ജീവിതമുള്ളൂ. ഓരോ സൃഷ്ടിയും കാണികളുടെ മനം കവരുന്നവയാണ്. ന്യൂസ് ഡെസ്ക് താലൂക്ക് വാർത്ത.